الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين ثم أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സഹോദരന്മാരെ, സത്യാന്വേഷികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ وقد دخل في هذه الجملة ما وصف الله به نفسه في سورة الإخلاص. അള്ളാഹു സ്വന്തത്തെ വിശേഷിപ്പിച്ചത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ വിശേഷിപ്പിച്ചത്, അത് നഫിയും ഇസ്ബാത്തും ചേർന്നുകൊണ്ട്, അഥവാ സ്ഥിരീകരിക്കുന്ന വിശേഷണങ്ങളും അള്ളാഹുവെ തൊട്ട് നിരാകരിക്കപ്പെടേണ്ടതായ വിശേഷണങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞ ആ വകുപ്പിൽപ്പെട്ടതാണ് സൂറത്തുൽ ഇഖ്ലാസ്, അതേപോലെ തന്നെ ആയത്തുൽ കുർസി. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചത്. ഇനി ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അതേ വകുപ്പിൽ ഉണർത്തുന്ന വചനമാണ് വഖൗലുഹു സുബ്ഹാനഹ്. അദ്ദേഹം പറയുകയാണ് വഖൗലുഹു സുബ്ഹാനഹ്. തുടർന്ന് പറയുന്ന ആയത്ത് ഹുവൽ അവ്വലു വൽ ആഖിർ വദ്ദാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഹുവൽ അവ്വലു വൽ ആഖിർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അവ്വലാണ്, അതേപോലെ അൽ ആഖിറുമാണ്. മാഹിറു വൽ ബാത്തിൻ, അതേപോലെ അല്ലാഹു മാഹിറും ബാത്തിനുമാണ്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും വസ്തുക്കളും അതിനെക്കുറിച്ചൊക്കെ സൂക്ഷ്മമായി അറിവുള്ളവനുമാകുന്നു. ഈ ആയത്തിൽ അള്ളാഹു തനിക്ക് 4 നാമങ്ങളെയാണ് സ്ഥിരീകരിക്കുന്നത്. അൽ അവ്വൽ, അൽ ആഖിർ, അൽ ളാഹിർ, അൽ ബാത്തിൻ. ഈ 4 നാമങ്ങൾ, ഈ നാമങ്ങൾ അള്ളാഹുവിന് സ്ഥിരീകരിക്കുന്നതോടൊപ്പം ആ നാമങ്ങളുടെ സിഫാത്തുകളും സ്ഥിരീകരിക്കപ്പെടുകയാണ്. ആ നാമങ്ങൾ അറിയിക്കുന്നതായ അള്ളാഹുവിനുള്ള വിശേഷണങ്ങളും സ്ഥിരീകരിക്കപ്പെടുകയാണ്. എന്താണ് അൽ അവ്വൽ എന്ന നാമകരണം അർത്ഥമാക്കുന്നത്? അതേപോലെ എന്താണ് അൽ ആഖിർ അർത്ഥമാക്കുന്നത്? ഈ 4 നാമങ്ങളുടെയും അർത്ഥം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അബൂ ഹുറൈറയുടെ റിപ്പോർട്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി അബൂ സാലിഹ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഒരാൾ വിരിപ്പിൽ ഉറങ്ങാൻ കിടന്നാൽ തന്റെ വലത് ഭാഗം വെച്ച് വിരിപ്പിൽ കിടക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായ പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബസ് സമാവാത് വറബ്ബൽ അർദ് വറബ്ബൽ അർശിൽ അദീം റബ്ബനാ വറബ്ബ കുല്ലി ഷൈ ഫാലിഖൽ ഹബ്ബി വന്നവാ വമുൻസിലത് തൗറാത്തി വൽ ഇൻജീൽ വൽ ഫുർഖാൻ നഊദു ബിക മിൻ ശർരി കുല്ലി ഷൈഇൻ أنت آخذ بناصيتي أنت الأول فليس قبلك شيء وأنت الآخر فليس بعدك شيء
وأنت الباطن فليس وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء اقضي عنا الدين وأغنا من الفقر. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വലത് പാർശ്വത്തിലേക്ക് ചെരിഞ്ഞു കിടന്ന് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് ചൊല്ലാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചതായ പ്രാർത്ഥന. ഉറങ്ങാൻ കിടക്കുമ്പോൾ ധാരാളം ദുആകളും ദിക്റുകളും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഒന്നാണ് ഈ പ്രാർത്ഥന. അബൂ ഹുറൈറയിൽ നിന്നുള്ള ഇമാം മുസ്ലിമിന്റെ റിവായത്ത്. ഇതിൽ അല്ലാഹുമ്മ റബ്ബസ് സമാവാതി സബ്അ അല്ലാഹുമ്മ റബ്ബസ് സമാവാത് വറബ്ബൽ അർദ് വറബ്ബൽ അർശിൽ അദീം, വാനങ്ങളുടെയും ഭൂമിയുടെയും മഹിത സിംഹാസനത്തിന്റെയും റബ്ബായ അല്ലാഹുവേ, റബ്ബന വറബ്ബ കുല്ലി ഷൈ, ഞങ്ങളുടെയും എല്ലാ വസ്തുക്കളുടെയും റബ്ബായവനെ, രക്ഷിതാവായവനെ, ഫാലിഖൽ ഹബ്ബി വന്നവ, മുത്തും വിത്തും മുളയുമൊക്കെ പിളർത്തി മുളപ്പിക്കുന്നവനായവനെ, വമുൻസില തൗറാത്തി വൽ ഇൻജീൽ വൽ ഫുർഖാൻ, തൗറാത്തും ഇൻജീലും ഖുർആനും ഒക്കെ അവതരിപ്പിച്ചവനായ അല്ലാഹുവേ, നഊദു ബിക മിൻ ശർരി കുല്ലി ഷൈഇൻ അൻത ആഖിദുൻ ബിനാസിയതി, ആരുടെ നിന്റെ പിടുത്തത്തിലുള്ള മുഴുവൻ വസ്തുക്കളും അവയുടെ കെടുതികളിൽ നിന്ന് ഞങ്ങൾ നിന്നോട് അഭയം തേടുന്നു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് തുടർത്തി പറയുന്ന വചനങ്ങളാണ് ഈ അള്ളാഹുവിന്റെ നാമങ്ങളുടെ മാനയന്ത് എന്നറിയിക്കുന്നത്. അൻതൽ അവ്വലു, നീയാകുന്നു അൽ അവ്വൽ. എന്താ അൽ അവ്വൽ എന്ന് പറഞ്ഞാൽ? ഫലൈസ ഖബലക ഷൈ, അള്ളാഹുവെ നിനക്ക് മുമ്പ് യാതൊന്നുമില്ല. വഅൻതൽ ആഖിറു, നീയാണ് അള്ളാഹുവെ അൽ ആഖിർ. ഫലൈസ ബഅദക ഷൈ, നിനക്ക് ശേഷം യാതൊന്നുമില്ല. വഅൻത ബാഹിർ, അള്ളാഹുവെ നീയാണ് ബാഹിർ. ഫലൈസ ഫൗഖക ഷൈ, നിന്റെ മേലെ യാതൊന്നുമില്ല. വഅൻതൽ ബാത്തിൻ, അള്ളാഹുവെ നീയാണ് അൽ ബാത്തിൻ. ഫലൈസ ദൂനക ഷൈ, നിന്നെ കൂടാതെ ഒന്നുമില്ല. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കപ്പെടേണ്ട ഭാഗമാണ്. ഞാൻ അവിടെ എത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കാം. ഇവിടെ അൽ അവ്വൽ അൽ ആഖിർ രണ്ട് പേരുകൾ അള്ളാഹുവിന് പറഞ്ഞു. ഈ രണ്ട് പേരുകളും അറിയിക്കുന്നത് ദൃശ്യപ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ട് എങ്കിൽ ആ തുടക്കത്തിന് മുന്നായി അള്ളാഹു ഉണ്ട്. അള്ളാഹു അൽ അവ്വലാണ്. ഇതിനൊരു ഒടുക്കമുണ്ട് എങ്കിൽ ആ ഒടുക്കത്തിനപ്പുറവും അള്ളാഹു ഉണ്ട്. കാരണം അള്ളാഹു അൽ ആഖിറാകുന്നു. അപ്പോ കാലത്തിന്റെ തുടക്കവും അതിന്റെ ഒടുക്കവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങളാണ് അൽ അവ്വലു വൽ ആഖിർ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചത്. അള്ളാഹുവിന് മുമ്പ് യാതൊന്നുമില്ല. അള്ളാഹു ഉള്ളവനായിരുന്നു. ആ ഉള്ളവനായ അള്ളാഹു ഉണ്മയിൽ തുടരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെന്നും ഉള്ളവനാണ്. സൃഷ്ടിചരാചരങ്ങൾക്ക് ഉണ്മയുടെ ലോകത്തിനൊരു നാശമുണ്ട് എങ്കിൽ നശിക്കാതെ നിലനിൽക്കുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ, എല്ലാം നാശം വരിക്കും. അള്ളാഹുവിന്റെ വജ്ഹ് ഒഴികെ, അഥവാ അള്ളാഹുവിന്റെ ദാത്ത് ഒഴികെ, അള്ളാഹു ഒഴികെ എല്ലാം നാശത്തിന് വിധേയമായാൽ ലിമനിൽ മുൽക്കുൽ യൗം, ഇന്നേ ദിവസം ആർക്കാണ് മുൽക്കെന്ന് ചോദിച്ചാൽ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനും എല്ലാം അതിജയിച്ചു ഭരിക്കുന്നവനുമായ അള്ളാഹുവിന് മാത്രം എന്ന് മറുപടി ഉണ്ടാകും. അപ്പൊ എല്ലാം നശിച്ചാലും നശിക്കാതെ ശേഷിക്കുന്നവൻ അവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോ അള്ളാഹുവിന് രണ്ട് നാമങ്ങൾ അൽ അവ്വൽ, അതേപോലെ തന്നെ അൽ ആഖിർ.
അപ്പൊ അവൽ എന്നുള്ള നാമം അള്ളാഹുവിന്റെ അവലിയത്ത് എന്ന സിഫത്തിനെ വിശേഷണത്തെ പ്രദാനം ചെയ്യുന്നു. അൽ ആഖിർ എന്നുള്ളതായ വിശേഷണം അള്ളാഹുവിന്റെ ആഖിരിയത്തിനെ അറിയിക്കുന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ മുഴുവൻ കഴിവോടുകൂടി, പൂർണ്ണ ആധിപത്യത്തോടുകൂടി, എല്ലാവിധ ഉടമാവകാശത്തോടും കൂടി എന്നേക്കുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിൽക്കുന്നവനാണ്. ഈ ഒരു ആശയമാണ് അൽ ആഖിർ എന്നുള്ളതായ അള്ളാഹുവിന്റെ നാമകരണം പ്രദാനം ചെയ്യുന്നത്. ആ ഒരു വിശേഷണമാണ് അറിയിക്കുന്നത്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല അബ്ബാഹിറു വൽ ബാത്തിൻ, അള്ളാഹു ബാഹിറാണ്, അതേപോലെ അള്ളാഹു ബാത്തിനാണ്. ഈ അബ്ബാഹിർ അൽ ബാത്തിൻ എന്ന അള്ളാഹുവിന്റെ പേരുകൾ ചില പണ്ഡിതന്മാർ പറഞ്ഞ് അത് ചേർത്താണ് പറയേണ്ടത്. കാരണം അതിന്റെ രണ്ടിന്റെയും അർത്ഥം പരസ്പരം പൂരകമായിട്ടാണ് ഉള്ളത്. ഏതുപോലെ അള്ളാഹുവിന്റെ അന്നാഫിഅ, അദ്ദാർ എന്നീ നാമങ്ങൾ പറയുമ്പോൾ ഒന്നിച്ചു പറയണം എന്ന് പറയുന്നത് പോലെ. കാരണം രണ്ടിന്റെയും ഒന്നിന്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അടുത്തതിന്റെ കൂടി അർത്ഥം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നതിനാലാണ്. ഏതായാലും എന്താണ് അബ്ബാഹിർ എന്ന നാമകരണം അറിയിക്കുന്നത്? അബ്ബാഹിർ എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഅൻത അബ്ബാഹിർ, അല്ലാഹുവേ നീയാണ് അബ്ബാഹിർ. ഫലൈസ ഫൗഖക ശൈ, നിന്റെ മേൽ മുകളിലായിട്ട് യാതൊന്നുമില്ല. അപ്പൊ ദുഹൂർ എന്ന് പറഞ്ഞാൽ എന്താ? ഉലു എന്നാണ് അർത്ഥം, അഥവാ ഫൗഖിയ. അള്ളാഹു എല്ലാത്തിനും മീതെയാണ്, മുകളിലാണ് എന്നുള്ളതാണ് അർത്ഥം. ബഹറ എന്നുള്ളതിന് ആ രീതിയിൽ അർത്ഥമുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യഅജൂജ് മഅജൂജിന്റെ ഫിത്നയിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദുൽഖർനൈൻ ഒരു അണ പടച്ചതിന് ഉണ്ടാക്കിയതിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഫമസ്തതാഉ യദ്ഹറു വമസ്തതാഉ ലഹു നഖബ. ദുൽഖർനൈൻ യജൂജ് മജൂജിന്റെ ഷർറ് തടുക്കാൻ വേണ്ടിയിട്ട് ഒരു അണ ഉണ്ടാക്കിയപ്പോൾ ആ അണയെ കുറിച്ച് പറയണം. ഫമസ്താഉ, അവർക്ക് സാധിച്ചില്ല, അയ്യദ്ഹറൂഹു, ആ അണയുടെ മുകളിൽ കയറി മറിയാൻ അവർക്ക് സാധിച്ചില്ല. വമസ്തതാഉ ലഹു നഖബ, അതിന് തുരങ്കുണ്ടാക്കാനും സാധിച്ചില്ല. അവിടെ ഫമസ്താഉ അയ്യദ്ഹറൂഹു എന്ന് പറഞ്ഞാൽ എന്താ? അയ്യഅലു അലസ്സദ്, ആ അണയുടെ മുകളിൽ കയറാൻ അവർക്ക് സാധിച്ചില്ല എന്നാണ്. അത്രമാത്രം ഉയരുള്ളതായിരുന്നാണ്. അപ്പൊ അവിടെ ബഹറ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ അർത്ഥം? ബഹറ എന്ന് പറഞ്ഞാൽ അല എന്നർത്ഥം. അയ്യദ്ഹറു എന്ന് പറഞ്ഞാൽ അയ്യഅലു എന്നാണ് അതിന്റെ മാന. അപ്പൊ അവിടെ ബാഹിർ എന്നുള്ളതിന്റെ അർത്ഥാണ്. ബാഹിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ ഉലുവിനെയും ഫൗഖിയത്തിനെയുമാണ് അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും മീതെയാണ്, അള്ളാഹു എല്ലാത്തിന്റെയും മുകളിലാണ്. അള്ളാഹുവിന്റെ ദാത്ത് കൊണ്ട്, അള്ളാഹു ഉണ്മ കൊണ്ട് അള്ളാഹു എല്ലാത്തിനും മുകളിലാണ്. നമ്മൾ അർശിന് മുകളിലാണ് അള്ളാഹു എന്നുള്ളതിന്റെ ഭാഗം. ഇൻഷാ അല്ലാഹ് ഇനിയും അതിന്റെ വിശദീകരണം ഇനിയും വരും. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അള്ളാഹുവിന്റെ പിന്നെ കഴിവ്, അള്ളാഹുവിന്റെ മുൽക്ക്, ഇതുകൊണ്ടെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉലുവിലാണ്, അള്ളാഹുവിന്റെ ദാത്ത് കൊണ്ടെന്ന പോലെ. പിന്നെ പറഞ്ഞതായ വിശേഷണമാണ് അൽ ബാത്തിൻ. അള്ളാഹു ബാഹിറാണ്, അള്ളാഹുവിന്റെ ദാത്ത് കൊണ്ട് എല്ലാത്തിനും മീതെയാണ്. അതേപോലെ അള്ളാഹു ബാത്തിനുമാണ്. ബാത്തിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫലൈസ ദൂനക ശൈ. ബുത്തൂൻ എന്നുള്ളതിൽ നിന്നാണ് ബാത്തിൻ എന്ന പദം നാമം വരുന്നത്. ബുത്തൂൻ എന്ന് പറഞ്ഞാൽ ഖുർബ് എന്ന അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാത്ത് കൊണ്ട് എല്ലാത്തിനും മുകളിലാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ അറിവ് കൊണ്ടും അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടും ആധിപത്യം കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല, അതേപോലെ അള്ളാഹുവിന്റെ കേൾവി കൊണ്ടും കാഴ്ച കൊണ്ടും അവൻ അടിയാറുകളോട് ഏറെ അടുത്താണ്. ബുത്തൂൻ എന്ന് പറഞ്ഞാൽ ഖുർബ് എന്നർത്ഥം. അപ്പൊ അൽ ബാത്തിൻ എന്ന് പറഞ്ഞാല് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനോടും അടുത്ത് വർത്തിക്കുകയാണ്. ഫലൈസ ദൂനക ശൈ. അള്ളാഹുവിന്റെ അറിവ്, അള്ളാഹുവിന്റെ കഴിവ്, കേൾവി, കാഴ്ച, ഇതിനേക്കാൾ അടുത്ത് പടപ്പുകളോട് യാതൊന്നുമില്ല എന്നുള്ളതാണ് അതിന്റെ
അർത്ഥം. അൽ ബാത്തിൻ എന്നതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ സാമീപ്യം. ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ അറിവ് കൊണ്ടും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടുള്ള അടുപ്പാണ്. അല്ലാതെ അള്ളാഹു ദാത്ത് കൊണ്ട് അള്ളാഹുവിന്റെ ഉപരിയിലാണ്. ദാത്ത് കൊണ്ട് പടപ്പുകളോടൊപ്പം ഉണ്ടാകുക എന്നുള്ളത് ഒരിക്കലും സംഗതല്ല. സൃഷ്ടികളോടൊപ്പം അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ എല്ലാ സ്ഥലത്തും അള്ളാഹു അവന്റെ ദാത്ത് കൊണ്ട് ഉണ്ട് എന്നുള്ളത് അഖലിയായിട്ട് തന്നെ ബുദ്ധിപരമായിട്ട് തന്നെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് അറിയാം, നമുക്കറിയാൻ പറ്റും. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാത്ത് കൊണ്ട് എവിടെ എന്നുള്ളത് വ്യക്തമായ ആയാത്തുകളിൽ അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുള്ള ഹദീസുകളിൽ വന്നതാണ്. അള്ളാഹു എല്ലാത്തിനും മുകളിലാണ് എന്നുള്ളത്. പിന്നെ അള്ളാഹു പടപ്പുകളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് കൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങളെ വിശദീകരിക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്തിന്റെ രീതിയാണ്. അള്ളാഹു പറഞ്ഞത് പറയാ, ദുർവ്യാഖ്യാനം പാടില്ല, ദുർവ്യാഖ്യാനിച്ച് നിഷേധിക്കാൻ പാടുള്ളതല്ല. പിന്നെയോ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിശദീകരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയതായ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഇന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ, അള്ളാഹു എല്ലാ വസ്തുക്കളെയും വലയം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. വ അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖദ് അഹാത, അവൻ വലയം ചെയ്തിരിക്കുന്നു കുല്ല ഷൈ, എല്ലാ വസ്തുക്കളെയും. എങ്ങനെ വലയം ചെയ്തത്? അവിടെ ദാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ശരീരം കൊണ്ട്, ദാത്ത് കൊണ്ട് എന്നാണ്, ഉണ്മ കൊണ്ട് നടന്നത് അല്ല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് അള്ളാഹുവിന്റെ വലയം ചെയ്യൽ എല്ലാ വസ്തുക്കളെയും? ഇന്നല്ലാഹ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ, അള്ളാന്റെ അറിവ് കൊണ്ട് ഇഹാതത്ത് എന്നാണ്. അറിവ് കൊണ്ട് അള്ളാഹു വലയം ചെയ്തിട്ടുണ്ട് എന്നാ പറഞ്ഞത്. മനസ്സിലായി? അപ്പൊ അള്ളാഹുവിന്റെ ഖുർബ്, അള്ളാഹുവിന്റെ ബുതുൻ, സാമീപ്യം, അതെങ്ങനെയാണ്? അള്ളാഹുവിന്റെ ഇൽമു കൊണ്ടാണ്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വസിഅ റബ്ബി കുല്ല ഷൈഇൻ, എന്റെ രക്ഷിതാവ് എല്ലാ വസ്തുക്കളെയും ഉൾക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ? അള്ളാന്റെ ദാത്ത് കൊണ്ട് ഉൾക്കൊണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്? അല്ല, പിന്നെയോ ഇൽമൻ, അള്ളാന്റെ അറിവ് കൊണ്ട് എന്നാണ്. അതേപോലെ വസിഅ റബ്ബുനാ കുല്ല ഷൈഇൻ, നമ്മുടെ രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊണ്ടിരിക്കുന്നു എല്ലാ വസ്തുക്കളെയും. എങ്ങനെ ഉൾക്കൊണ്ടിരിക്കുന്നു? ഇൽമ, അള്ളാഹുവിന്റെ അറിവ് കൊണ്ട് എന്നാണ്. മനസ്സിലല്ലേ? അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്നനി മഅകുമ, മൂസ ഹാറൂൻ, ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും ഒപ്പമാണ്. എങ്ങനെ? അള്ളാന്റെ ദാത്ത് കൊണ്ട് പറഞ്ഞോ. അസ്മഉ വഅറ, ഞാൻ കേട്ടുകൊണ്ടും ഞാൻ കണ്ടുകൊണ്ടും. അപ്പൊ അള്ളാഹുവിന്റെ കാഴ്ച കൊണ്ട് സമഅൻ, അതേപോലെ തന്നെ അള്ളാന്റെ റുയത്ത്, കാഴ്ച കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒപ്പാണെന്നാ പറഞ്ഞത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ മഅയ്യത്ത്, അള്ളാഹു കൂടെയാണ്, അള്ളാഹു അടുത്താണ്, അള്ളാഹു ഒപ്പമാണ് എന്ന് പറഞ്ഞതൊക്കെ അള്ളാഹുവിന്റെ ഇൽമു കൊണ്ട്, അള്ളാഹുവിന്റെ കേൾവി കൊണ്ട്, കാഴ്ച കൊണ്ട്, കഴിവ് കൊണ്ട് എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു അൽ ബാത്തിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അൽ ഖരീബ് എന്നാണ്. കാരണം അൽ ബുത്തൂൻ എന്ന് പറഞ്ഞാൽ ഖുർബ് എന്ന അർത്ഥം. മനസ്സിലായി? അപ്പൊ അള്ളാഹു ഖരീബാണ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ദാത്ത് കൊണ്ട് ഖരീബാണ് എന്നല്ല, പിന്നെ അള്ളാഹുവിന്റെ ഇൽമു കൊണ്ട്, അറിവ് കൊണ്ട്, അതേപോലെ അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട്, സമയ കൊണ്ട്, ബസർ കൊണ്ട്, കാഴ്ച കൊണ്ട്, കേൾവി കൊണ്ട് ഖരീബാണ്. അൽ ബാത്തിൻ എന്നതിന്റെ മാന അതാണ്. ഫലൈസ ദൂനക ഷൈ, മനസ്സിലായി? അള്ളാഹുവിന്റെ അറിവിനേക്കോളം, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ കഴിവ്, അള്ളാഹുവിന്റെ കേൾവി, കാഴ്ചയോളം ഒരു പടപ്പിനോട് പടുത്ത യാതൊന്നുമില്ല. ഇതാണ് അതിനെ അൽ ബാത്തിൻ എന്ന നാമകരണത്തെ വിശദീകരിച്ചിട്ട് മനസ്സിലാക്കുവാൻ നമുക്കുള്ളത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ മഅയ്യത്തുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ ഇനിയും ഇതിൽ നമുക്ക് വിശദീകരിച്ച് മനസ്സിലാക്കാണ്ട് അവിടെ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടി കൂടുതൽ വിശദമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. വഹുവ ബികുല്ലി ഷൈഇൻ അലീം. വേണ്ട, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ കുറിച്ച് പറയാണ് വൽ ബാത്തിൻ വൽ അവ്വൽ വൽ ആഖിർ വൽ ളാഹിർ വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അള്ളാഹു ബാത്തിനാണ്. ഏത് ഹാലിൽ, അവസ്ഥയിൽ? അള്ളാഹു സുബ്ഹാനഹു വ തആല ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ സംഗതികളെയും അള്ളാഹു സൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു എന്നാണ് പറഞ്ഞിട്ടാണ് എന്ത് ആയത്ത് അവസാനിപ്പിക്കുന്നത്. മനസ്സിലായി? അപ്പൊ ബാത്തിൻ എന്നുള്ളതിന്റെ ഒരു തേട്ടം കൂടി ആ ആയത്ത് ആ രീതിയിൽ അവസാനിപ്പിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമ്മുടെ പക്കൽ നിന്നുള്ളതായ വ്യാഖ്യാനമല്ല, പിന്നെ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നതായ വിശദീകരണം, അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരണമാണ്. ആ രീതിയിലുള്ള തഅ്വീലിനെ
ഒരിക്കലും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എതിർത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ ഇത്തരുണത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ അസ്മാവുകൾ അറിയിക്കുന്നതായ ദുആ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠിക്കേണ്ടതുമാണ്. മനസ്സിലായി അള്ളാഹുവിന്റെ ഈ നാമങ്ങളെ മുൻനിർത്തിയിട്ടുള്ളതായ ഈ ദുആ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായ ദുആ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വലത് ഭാഗം വെച്ച് വിരിപ്പിലേക്ക് കിടന്നിട്ടുണ്ട് എങ്കിൽ ഇപ്രകാരം ദുആയിരക്കും അല്ലാഹുമ്മ റബ്ബസ് സമാവാത്ത് വറബ്ബൽ അർദ് വറബ്ബൽ അർശിൽ അദീം റബ്ബനാ വറബ്ബ കുല്ലി ഷൈ ഫാലിഖൽ ഹബ്ബി വന്നവാ വമുൻസിലത് തൗറാത്തി വൽ ഇൻജീലി വൽ ഫുർഖാൻ നഊദു ബിക മിൻ ശർരി കുല്ലി ഷൈഇൻ അൻത ആഖിദുൻ ബിനാസിയതി അൻതൽ അവ്വലു ഫലൈസ ഖബ്ലക ഷൈ വഅൻതൽ ആഖിറു ഫലൈസ ബഅദക ഷൈ വഅൻതൽ ളാഹിറു ഫലൈസ ഫൗഖക ഷൈ വഅൻതൽ ബാത്തിനു ഫലൈസ ദൂനക ഷൈ ഇഖ്ദി അന്നാ അദ്ദൈൻ വഅഗ്നാ മിനൽ ഫഖർ. ഇഖ്ദി അന്നാ ഞങ്ങളുടെ രക്ഷിതാവേ നീ ഞങ്ങൾക്ക് വീട്ടി തരയണമേ, അദ്ദൈൻ ഞങ്ങളുടെ കടങ്ങൾ, വഅഗ്നാ നീ ഞങ്ങൾക്ക് ധന്യത നൽകണമേ, മിനൽ ഫഖർ ദാരിദ്ര്യത്തിൽ നിന്ന്. ഇതാണ് ആ ദുആയുടെ അർത്ഥം. അപ്പൊ ആ ദുആ വളരെ മഹത്തായിട്ടുള്ള ഒരു ദുആയാണ്. അത് നമ്മൾ പഠിച്ച് പ്രാവർത്തികമാക്കണം. ആ ദുആയിൽ നിന്നാണ് നമ്മൾ ഈ 4 നാമങ്ങളുടെയും അള്ളാഹുവിന്റെ പേരുകളുടെയും അർത്ഥം മനസ്സിലാക്കേണ്ടത് എന്നുകൂടി ഉണർത്തുകയാണ്. പിന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല അള്ളാഹുവിന്റെ സിഫാത്തുകളെ, അള്ളാഹു തനിക്ക് പറഞ്ഞതായ സിഫാത്തിനെ അറിയിക്കുന്ന, അള്ളാഹുവിന്റെ നാമത്തെ അറിയിക്കുന്ന വചനത്തെ തുടർത്തി പറയുന്നത് വഖൗലുഹു സുബ്ഹാനഹു വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. വതവക്കൽ നീ തവക്കുലാക്ക്, അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത് മരിക്കാത്ത എന്നെന്നും ജീവിക്കുന്നവനായ അൽ ഹയ്യായ അള്ളാഹുവിന്മേൽ. ഇതെന്തിനാ ഷെയ്ഖുൽ ഇസ്ലാം കൊണ്ടുവന്നത്? അള്ളാഹുവിനെ വസ്ഫ് ചെയ്തതിൽ നമ്മൾ വിശ്വസിക്കണം. അള്ളാഹു തന്നെ കുറിച്ച് വിശേഷിപ്പിച്ചത് അതിലെന്തുണ്ട്? അതില് ഇസ്ബാത്തും ഉണ്ട്, സ്ഥിരീകരണമുണ്ട്, അതിൽ നഫിയുണ്ട്, നിരാകരണമുണ്ട്. അപ്പൊ അള്ളാഹുവിനുള്ള ഇസ്ബാത്ത് എന്താ? അള്ളാഹു അൽ ഹയ്യാണ് എന്നുള്ളതാണ്. അള്ളാഹുവിനെ തൊട്ട് ഇവിടെ നിരാകരിക്കുന്നത് എന്താ? ലാ യമൂത്ത്, അള്ളാഹുവിന് മരണല്ല എന്നുള്ളതാണ്. അള്ളാഹു ഹയ്യാണ് എന്നതിനെ നമ്മൾ എന്ത് ചെയ്ത് ഇതിനു മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ് എന്ന് പറഞ്ഞിടത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ തവക്കുലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ. വതവക്കൽ നീ തവക്കുലാക്കണം എന്ന് പറഞ്ഞു. എന്താ തവക്കുൽ എന്ന് പറഞ്ഞ? വക്കല ഷൈഅ ഇലാ ഗൈരിഹി എന്ന് പറയും. മറ്റുള്ള കാര്യത്തിലേക്ക് ഒരു കാര്യം ഏൽപ്പിച്ചു. വക്കല എന്നാണ് ഫവ്വള എന്നാണ്. ഒരു കാര്യം ഏൽപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ശറയിൽ തവക്കുൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ശറയിൽ തവക്കുൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തഫ്വീദുൽ അംറും ഉണ്ട്, ഫിഅലുൽ അസ്ബാബും ഉണ്ട്. അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുക, അതാണ് തഫ്വീദ്. ഫിഅലുൽ അസ്ബാബ് എന്ന് പറഞ്ഞാൽ എന്താ? കാര്യകാരണ ബന്ധം മനുഷ്യന്മാർ നിർവഹിക്കുകയും ചെയ്യാം. മനസ്സിലായി? ഇഅ്തിമാദുൽ ഖൽബ് അലല്ലാഹ്, ഒരു മനുഷ്യന്റെ ഹൃദയം അള്ളാഹുവിൽ ഒരടിയാൻ ചാർത്തുന്നതിനാണ് തവക്കുൽ എന്ന് പറയാം. പക്ഷെ അത് പൂർണ്ണമായ തവക്കുൽ ആകണമെങ്കിൽ എന്ത് വേണം? ഒരു മനുഷ്യൻ തന്നെ അകവും പുറവും ഒന്നായിട്ട് എന്താണ്? ഖൽബും ഖാലബും ഒന്നായിട്ട് അള്ളാഹുവിൽ ചേർത്തണം. എന്തിനാ നമ്മൾ നമ്മുടെ ശരീരവും നമ്മുടെ ഹൃദയം അള്ളാഹുവിൽ ചേർത്തത്? ഇഹപര നന്മകൾ കിട്ടാൻ, ഉപദ്രവങ്ങൾ നമ്മളെ തൊട്ട് ചെറുക്കപ്പെടുവാൻ. അതിനാണ് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിൽ തഫ്വീദ് ചെയ്യുന്നത്, കാര്യങ്ങളെ ഏൽപ്പിക്കുന്നത്. മനസ്സിലായി? പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? തവക്കുലാക്കണമെങ്കിൽ ഫിഅലുൽ അസ്ബാബ് വേണം. നമ്മൾ കാര്യകാരണ ബന്ധങ്ങൾ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. നമ്മളുടെ കഴിവിൻ പരമാവധി നമ്മളാൽ ചെയ്യാൻ കഴിയുന്നത് ചെയ്തിട്ട് ബാക്കി പിന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? അള്ളാഹുവിൽ തഫ്വീദ് നടത്തേണ്ടത്. അതുകൊണ്ടാണ് തവക്കുലിന്റെ വിഷയത്തിൽ പ്രസിദ്ധമായ ഹദീസ്, ലൗ അന്നകും തവക്കലൂന അലല്ലാഹ് ഹഖ തവക്കുലി ലറസകകും കമാ യുർസഖു ത്വയ്ർ കമാ യർസുഖു ത്വയ്ർ തഗ്ദു ഖിമാസ വതറൂഹു ബിതാന. നിങ്ങൾ അള്ളാഹുവിൽ യഥാവിധം തവക്കുലാക്കിയിരുന്നുവെങ്കിൽ പക്ഷികൾക്ക് തിന്നാൻ കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് തിന്നാൻ തരുമായിരുന്നു, ഉപജീവനം നൽകുമായിരുന്നു. എന്താ പക്ഷിന്റെ പ്രത്യേകത? തഗ്ദു ഖിമാസ, അത് പഠിച്ചവൻ തിന്നാൻ തട്ടേന്ന് വെച്ചിട്ട് രാവിലെ അതിന്റെ കൂട്ടിൽ തന്നെ കഴിഞ്ഞുകൂടല്ല. പിന്നെയോ അത് വിശന്ന വയറുമായിട്ട് പാറുന്നു പ്രഭാതത്തിൽ. വതറൂഹു ബിതാന, അതിന്റെ ഉപജീവനം
തേടി പടച്ചതമ്പുരാൻ നിശ്ചയിച്ച റിസ്ക് കിട്ടി അത് വയറ് നിറഞ്ഞ് തിരിച്ചു വരികയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പക്ഷിന്റെ ഉള്ള ഉപജീവനം എങ്ങനെ അള്ളാഹു നൽകിയത്? പക്ഷി കൂട്ടിൽ നിന്ന് പാറുന്നുണ്ട്, അതിന്റെ വിഭവങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് എന്താ? തവക്കുൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കണം, പക്ഷെ അതോടൊപ്പം ഫഅലുൽ അസ്ബാബ്, കാര്യകാരണ ബന്ധങ്ങൾ നമ്മളെ കഴിവിന്റെ പരമാവധി നമ്മൾ നിർവഹിക്കുകയും ചെയ്യണം. അപ്പോഴാണ് തവക്കുൽ തമാമായ തവക്കുലാകുക. അതില്ല എങ്കിൽ പിന്നെ ഹലലുള്ള, കുറവുള്ള, കുറ്റകരമായിട്ടുള്ള തവക്കുലാണ് ആവുക. മനസ്സിലായില്ലേ? ഇതാണ് തവക്കുലുമായി ബന്ധപ്പെട്ടുള്ള അതൊരു വിശാലമായ വിഷയമാണ്. നമ്മളിവിടെ അള്ളാഹുവിന്റെ സിഫാത്തുമായി ബന്ധപ്പെട്ടുള്ള, അസ്മാവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗമാണ് നമ്മൾ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത്. അലൽ ഹയ്യില്ലദീ ലാ യമൂത്ത്, ഇവിടെ അൽ ഹയ്യ് എന്ന അള്ളാഹുവിന് പറഞ്ഞു, ലാ യമൂത്ത് മരണമില്ലാത്ത. അപ്പൊ അള്ളാഹുവിന് എന്നെന്നും ജീവിക്കുന്നവൻ എന്നുള്ള വിശേഷണത്തെ സ്ഥാപിച്ചുകൊണ്ട് അൽ ഹയ്യ് എന്നുള്ള നാമം പറഞ്ഞു. പിന്നെയോ ഒരു വിശേഷണത്തെ അള്ളാഹുവിന് നിരാകരിച്ചത് എന്താണ്? മൗത്ത് എന്നുള്ളതായ വിശേഷണമാണ്. മനസ്സിലായി? അപ്പൊ ഇവിടെ ഇസ്ബാത്തിനെയും വിശേഷണത്തെ സ്ഥിരീകരിക്കലുണ്ട്, നഫി ഒരു വിശേഷണത്തെ നിരാകരിക്കലുണ്ട്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഹുവൽ അലീമുൽ ഹകീം വഹുവൽ ഹകീമുൽ ഖബീർ വഖൗലുഹി വഹുവൽ അലീമുൽ ഹകീം. അല്ലാഹു അൽ അലീമാണ്, അല്ലാഹു അൽ ഹകീമാണ്. അതേപോലെ അല്ലാഹു അൽ ഹകീമാണ്, അല്ലാഹു അൽ ഖബീറാണ്. ഈ നാമങ്ങൾ എന്ത് അർത്ഥമാക്കുന്നു എന്നുള്ളതാണ്. എന്താ വഹുവൽ അലീം? അല്ലാഹു അൽ അലീമാണ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ നാമാണ്. അതേപോലെ അല്ലാഹു അൽ ഖബീർ, കാരണം അടുത്ത ആയത്തിൽ പറയുന്നത് വഹുവൽ ഹകീമുൽ ഖബീർ എന്നാണ്. അല്ലാഹു ഖബീറാണ്. ഇവിടെ അൽ ഹകീമും അതേപോലെ തന്നെ അൽ ഖബീറും അറിവുള്ളവൻ എന്നുള്ള അർത്ഥമാണ് തേടുന്നത്. പക്ഷേ വിശദീകരിച്ച് മനസ്സിലാക്കുമ്പോൾ ചില വ്യത്യാസമുണ്ട്. അൽ അലീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഹിറായ കാര്യങ്ങൾ അറിയുന്നവൻ എന്നും, അൽ ഖബീർ എന്നുള്ളത് അതിന്റെ അസല് ഖിബ്രത്താണ്. അൽ ഖിബ്രത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മാരിഫത്തുൽ ഉമൂറുൽ ബാത്തിന അല മഹി അലൈ, ബാത്തിനായ കാര്യങ്ങൾ, ഗോപ്യമായ കാര്യങ്ങൾ അറിയുക എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പൊ ഗോപ്യമായ കാര്യങ്ങൾ അറിയുക എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ട് ഗോപ്യമായ കാര്യങ്ങൾ എല്ലാവർക്കും അറിഞ്ഞോളുന്നില്ല. മനസ്സിലായി? അത് അറിയുന്നവൻ എന്ന അർത്ഥത്തിലാണ് അൽ ഖബീർ. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ എന്ന് പറഞ്ഞില്ലേ. എന്നാൽ അൽ അലീം എന്ന് പറഞ്ഞാൽ, അലീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഹിറായ കാര്യങ്ങൾ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു, യഅലമു സിർറ വ അഖ്ഫ, അള്ളാഹു രഹസ്യവും അതേപോലെ തന്നെ ഗോപ്യമായതും അറിയുന്നവനാണ്. രഹസ്യമായതും പരസ്യമായതും അറിയുന്നവനാണ്. രഹസ്യമായത് അതേപോലെ തന്നെ ഗോപ്യമായത് അറിയുന്നവനാണ് എന്ന് പറഞ്ഞു. അവിടെ യഅലമു സിർ, സിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? രഹസ്യമായത്. രഹസ്യമായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അറിയാത്തത് എന്ന് അതിനെ മാനല്ല. ചിലപ്പോൾ രഹസ്യമായതായി ചിലർക്ക് അറിഞ്ഞോളണം വരും, എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. ബാഹിറായതോ എല്ലാവർക്കും അറിഞ്ഞെന്ന് വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാഹിറായത് അറിയുന്നവനാണ് എന്ന അർത്ഥത്തിലാണ് അലീം എന്നുള്ള അള്ളാഹുവിന്റെ നാമകരണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അൽ ഖബീർ എന്ന് പറഞ്ഞാലോ, ഖബീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാരിഫത്തുൽ ഉമൂർ അൽ ബാത്തിന അല മഹിയ അലൈഹ്, ഗോപ്യമായ മറഞ്ഞ കാര്യങ്ങൾ സൂക്ഷ്മമായി അറിയുക എന്നാണ്. അങ്ങനെ അറിയുന്നവൻ എന്ന അർത്ഥത്തിലാണ് അൽ ഖബീർ. മനസ്സിലായില്ലേ? ഇതാണ് പണ്ഡിതന്മാർ അൽ അലീമിനെയും അൽ ഖബീറിനെയും വേർതിരിച്ചിട്ട് അതിന്റെ മാനയിലുള്ള ആ സൂക്ഷ്മമായ വ്യത്യാസം അറിയിച്ചത്. ഏതായാലും രണ്ടും അള്ളാഹുവിന്റെ അറിവിനെയാണ് അറിയിക്കുന്നത്. അള്ളാഹു വഹുവൽ അലീമു അഹാത ഇൽമൻ ബില്ലദി ഫിൽ കൗനി മിൻ സിർറിൻ വമിൻ അലാനി വഹുവൽ അലീമു ബിമാ യുവസ്വിസു അബ്ദുഹു ഫി നഫ്സിഹി മിൻ ഗൈരി നുത്ഖി ലിസാനി വഹുവൽ അലീമു ബിമാ യകൂനു ഗദൻ വമാ ഖദ് കാന വൽ മൗജൂദു ഫീ ദൽ ആനി വബികുല്ലി ഷൈഇൻ ലം യകുൻ ലൗ കാന മൗജൂദൻ ലിദിൽ അയാനി. അള്ളാന്റെ ഇൽമ് എന്ന് പറഞ്ഞെങ്കിൽ അത് സ്ഥലകാല വ്യത്യാസമന്യേ, ചെറുത് വലുത് വ്യത്യാസമന്യേ, ഇന്നലെ ഇന്ന് നാളെ വ്യത്യാസമന്യേ അള്ളാഹ് എല്ലാ കാര്യങ്ങളും അറിയുന്നു എന്നതിനെ
ആണ് അറിയിക്കുന്നത്. മനസ്സിലായില്ല? അള്ളാന്റെ ഇൽമ്. അപ്പൊ അള്ളാഹു അൽ അലീം എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അറിവ് വളരെ വിശാലമാണ്. അതിന് തുല്യമായിട്ടുള്ള ഒരു ഇൽമ് വേറെ ആർക്കും ഇല്ല എന്നുള്ളതാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കീമാണ്. അള്ളാഹു ഹക്കീമാണെന്ന് പറഞ്ഞാൽ എന്താ? ഹക്കീം ഹാക്കിം എന്ന മാനയിൽ പ്രയോഗിക്കും. അതേപോലെ മുഹ്കിം എന്ന മാനയിൽ പ്രയോഗിക്കും. അതേപോലെ ദുൽ ഹിക്മ എന്ന അർത്ഥത്തിലും പ്രയോഗിക്കും. അൽ ഹാക്കിം എന്ന് പറഞ്ഞാൽ ഹുക്ം ഉള്ളവൻ എന്നാണ് അർത്ഥം. വിധി കർത്തൃത്വം ഉള്ളവൻ എന്നാണ് അർത്ഥം അൽ ഹാക്കിം. അപ്പൊ അൽ ഹക്കീം എന്ന് പറഞ്ഞാൽ വഹുവൽ ഹക്കീം, അള്ളാഹു ആകുന്നു വിധി കർത്താവ്. കാരണം എന്താ? അള്ളാഹ്ക്കാകുന്നു ഈ ഇഹലോകത്തെ വിധി, അള്ളാഹുവിനാകുന്നു പാരത്രിക ലോകത്തെ വിധി, അള്ളാഹുവിനാകുന്നു വാനലോകത്തുള്ള വിധി, അള്ളാഹുവിനാകുന്നു ഭൂലോകത്തുള്ള വിധി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹാക്കിമാണ്. അതേപോലെ അള്ളാഹുവിനാകുന്നു കൗനിയായ പ്രാപഞ്ചികമായ കാര്യങ്ങളിലുള്ള വിധി. മരിപ്പിക്കുന്നവനാരാ? ജീവിപ്പിക്കുന്നവനാരാ? രോഗം നൽകുന്നവനാരാ? ധന്യനാക്കുന്നതാരാ? ദാരിദ്ര്യം നൽകുന്നതാരാ? ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതാണ് പ്രാപഞ്ചികമായ തീരുമാനമുള്ളവൻ അല്ലെങ്കിൽ വിധിയുള്ളവൻ എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ ഹാക്കിം. ശർഈയായ വിധി ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. വമഖ്തലഫ്തും ഫീഹി മിൻ ശൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ്. നിങ്ങൾ വല്ല വിഷയത്തിലും അഭിപ്രായ വ്യത്യാസത്തിലാകുന്നുവെങ്കിൽ അതിനുള്ള വിധി അത് അള്ളാഹുവിലേക്കാണെന്ന് പറഞ്ഞു. കാരണം എന്താ? ശർഈയായ മതകാര്യങ്ങളിൽ, ഹലാൽ ഹറാമിന്റെ വിഷയത്തിൽ, വിധിവിലക്കുകളുടെ വിഷയത്തിൽ വിധിയും തീരുമാനവും ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കീമാണ്, അഥവാ അൽ ഹാക്കിം, ഭരണാധികാരി, വിധി തീർപ്പ് കൽപ്പിക്കുന്നവൻ, തീരുമാനിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഹക്കീമാണ്. ഏതർത്ഥപ്രകാരം? അൽ ഹക്കീമിന് അൽ മുഹ്കിം എന്ന അർത്ഥമുണ്ട്. മുഹ്കിം എന്ന് പറഞ്ഞാൽ എന്താ? അല്ലദീ അത്ഖന കുല്ല ശൈഇൻ ഖൽഖഹു, എല്ലാത്തിന്റെയും പടപ്പ്, സൃഷ്ടിപ്പ് ഭദ്രമാക്കിയവൻ എന്ന അർത്ഥത്തിൽ മുഹ്കിം എന്ന് പറഞ്ഞാൽ അർത്ഥമാണ്. അപ്പൊ അൽ ഹക്കീമിന് എന്തുണ്ട്? അൽ മുഹ്കിം എന്ന അർത്ഥമുണ്ട്. മുഹ്കിം എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് ഭദ്രമാക്കിയവൻ. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ഇത്ഖാനോട് കൂടിയിട്ടാണ്, സൂക്ഷ്മമായിട്ടാണ് നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത് മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്ത്. അള്ളാഹിന്റെ സൃഷ്ടിപ്പിൽ ഇറക്കി യാതൊരു കുറവും ഏറ്റക്കുറച്ചിലും കാണാൻ സാധിക്കുകയില്ല. കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ഇത്ഖാനോടുകൂടി യുക്തിഭദ്രമായി സൂക്ഷ്മമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ സൃഷ്ടിപ്പ് നിർവഹിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹ്കിമാണ്. അള്ളാഹുവിന്റെ കിതാബിന്റെ അവതരണത്തിന്റെ വിഷയത്തിൽ, സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുത്തഖീനാണെന്നുള്ളതിനാണ് നമ്മൾ ആദ്യ ആയത്ത് പറഞ്ഞത്. അതേപോലെ അള്ളാഹുവിന്റെ കിതാബിന്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ കുറിച്ച് പറഞ്ഞില്ലേ, അലിഫ് ലാം റ കിതാബുൻ ഉഹ്കിമത് ആയാതു. കിതാബുൻ, അള്ളാഹുവിന്റെ കിതാബിനെ കുറിച്ച് പറയുന്ന ഖുർആൻ പറയുന്നത് ഉഹ്കിമത് ആയാതു, അതിലെ വചനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹ്കാം ചെയ്തിരിക്കുന്നു. എന്താ ഇഹ്കാം ചെയ്യാന്നാണ്? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഖുർആനെ കുറിച്ച് അവർ ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ? അത് അള്ളാഹു അല്ലാത്തവരിൽ നിന്നായിരുന്നുവെങ്കിൽ അതിൽ വളരെ ഭിന്നതകൾ കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ കലാമിൽ വൈരുദ്ധ്യമല്ല, ഭിന്നതല്ല. അള്ളാഹുവിന്റെ കലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അതിൽ വളരെ ഇഹ്കാമോട് കൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലെന്തില്ല? വൈരുദ്ധ്യങ്ങളില്ല, അതിൽ ഏറ്റുമുട്ടലുകളില്ല. മനസ്സിലായില്ലേ? അതിൽ ഏറ്റക്കുറച്ചിലുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ മുഹ്കിമായിക്കൊണ്ടാണ്, ഇഹ്കാമിലാണ് അതിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കീമാണ്. മനസ്സിലായി? അപ്പൊ അതാണ് അൽ ഹക്കീം എന്നതിന്റെ രണ്ടാമത്തെ മാന. മൂന്നാമത്തെ മാന അൽ ഹക്കീം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്, ലുക്മാനുൽ ഹക്കീം. മനസ്സിലല്ലേ? ഹക്കീം എന്ന് പറഞ്ഞാൽ ദുൽ ഹിക്മ, ഹിക്മത്തുള്ളവൻ എന്നതിന്റെ അർത്ഥം. എന്താ ഹിക്മത്ത് പറഞ്ഞ? ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ ഫിഉലു മാ യൻബഗി കമാ യൻബഗി ഫിൽ വഖ്തി അല്ലദി യൻബഗി. ഫിഉലു മാ യൻബഗി,
സംഗതമായത് പ്രവർത്തിക്കുക. ഫിൽ വഖ്തില്ലദീ യംബഗി കമാ യംബഗി, എങ്ങനെയാണോ ഉണ്ടാകേണ്ടത് അതേപോലെ. ഫിൽ വഖ്തില്ലദീ യംബഗി, ഉണ്ടാകേണ്ട സമയത്ത്. ഇപ്പൊ ഒരു സംഗതി ഉണ്ടാകേണ്ട സമയത്ത് ഉണ്ടാകേണ്ടതുപോലെ ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു സംഗതി പ്രവർത്തിക്കുക. എപ്പോ? അത് പ്രവർത്തിക്കേണ്ട സമയത്ത്. എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ. അതിനാണ് ഹിക്മത്ത് എന്ന് പറയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽ ഹിക്മ ഹിക്മത്തുൻ ബാലിഗ ഫമാ തുഗ്നി നുദുർ എന്ന് പറഞ്ഞില്ലേ. എന്താ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ അവിടെ വദഉ ശൈഇ ഫീ മൗദിഇഹിൽ മുവാഫിഖ് ലിൽ ഗായാത്തിൽ മഹ്മൂദത്തി മിൻഹു, ഒരു സംഗതി വെക്കേണ്ടടുത്ത് വെക്കുക, സ്തുത്യർഹമായ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി. മനസ്സിലായില്ലേ? സ്തുത്യർഹമായ ലക്ഷ്യങ്ങൾ കരഗതമാകുന്നതിന് വേണ്ടി ഒരു സംഗതി അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് സ്ഥാപിക്കുക, വെക്കുക. അതിനാണ് ഹിക്മത്ത് എന്ന് പറയാം. അങ്ങനെയുള്ള ഹിക്മത്തുള്ളവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല ദുൽ ഹിക്മ. മനസ്സിലായേ? അപ്പൊ ആ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ്? അൽ ഹക്കീമാണ്. അപ്പൊ അൽ ഹക്കീം എന്നുള്ളതിന് എന്തുണ്ട്? ധാരാളം മാനകളുണ്ട്. അള്ളാഹു സ്ഥിരീകരിച്ച നാമമാണ് അൽ ഹക്കീം എന്നുള്ളത്. അൽ ഹക്കീം എന്നുള്ള അള്ളാഹുവിന്റെ നാമത്തിന് വിശേഷണങ്ങളുണ്ട്, മാനുണ്ട്. മനസ്സിലായി? ആ മാന ഈ 3 രീതിയിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഹക്കീം എന്ന് പറഞ്ഞാൽ അൽ ഹാക്കിം എന്ന അർത്ഥത്തിൽ, ദുൽ ഹുക്ം എന്ന അർത്ഥത്തിൽ, അൽ മുഹ്കിം എന്ന അർത്ഥത്തിൽ, അതേപോലെ ദുൽ ഹിക്മ ഹിക്മത്തുള്ളവൻ എന്ന അർത്ഥത്തിൽ. മനസ്സിലായില്ലേ? ഇതാണ് ആ 2 ആയാത്തുകളുടെയും നിർവചനം. വഖൗലുഹു വഹുവൽ അലീമുൽ ഹകീം വഹുവൽ ഹകീമുൽ ഖബീർ. അൽ ഖബീർ എന്നുള്ളത് നമ്മൾ അൽ അലീമിനോടൊപ്പം ചേർത്ത് അത് ഉണർത്തുകയുണ്ടായി. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തുടർത്തുകയാണ്. യഅലമു മാ യലിജു ഫിൽ അർദ് വമാ യഖ്റുജു മിൻഹാ വമാ യൻസിലു മിനസ് സമാ വമാ യഅറുജു ഫീഹാ. യഅലമു മാ യലിജു ഫിൽ അർദ്, യഅലമു അല്ലാഹു അറിയുന്നു, മാ യലിജു ഫിൽ അർദ് ഭൂമിയിൽ പ്രവേശിക്കുന്നത്, ഭൂമിന്റെ ഉള്ളിലുള്ളത് എന്നർത്ഥത്തിൽ. വമാ യഖ്റുജു മിൻഹ ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നതും, വമാ യൻസിലു മിനസ് സമാ ആകാശത്തിൽ നിന്ന് അവതരിക്കുന്നതും, വമാ യഅറുജു ഫീഹ ആകാശത്തിൽ അല്ലെങ്കിൽ ആകാശത്തിലേക്ക് കയറുന്നതും അള്ളാഹു അറിയുന്നതാണ്. ഇവിടെ മാ എന്നുള്ളത് ഇസ്മു മൗസൂലയാണ്, യാതൊന്നും എന്നാണ് അതിന്റെ മാന. ഉമൂമിന്റെ മാനയാണത് നൽകുക എന്നാണ് പണ്ഡിതന്മാർ പറയാ. ഉമൂമിന്റെ മാന എന്നാണ് എന്താ? എല്ലാം എന്നുള്ള അർത്ഥത്തിൽ. അപ്പോ യഅലമു അള്ളാഹു അറിയുന്നു, മാ യലിജു ഫിൽ അർദ് ഭൂമിയിൽ പ്രവേശിക്കുന്ന, ഭൂമിക്കുള്ളിലുള്ളത്. ഭൂമിക്കുള്ളത് എന്ന് പറഞ്ഞാല് മാ എന്ന് പറഞ്ഞാൽ എല്ലാം. എന്താ ഭൂമിക്കുള്ളതല്ല? എല്ലാം. ഭൂമിയുടെ അടിയിൽ അള്ളാഹുവിന്റെ മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മഴ ഭൂമിക്ക് ഇറങ്ങണ്, അത് അള്ളാഹു അറിയുന്നു. അതേപോലെ ഭൂമിന്റെ അടിയിൽ വിത്തുണ്ട്, മുളയുണ്ട്, അത് ഭൂമിക്കടിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പടപ്പുകൾ ധാരാളമുണ്ട്, പുഴുക്കളുണ്ട്, അതേപോലെ തന്നെ ഉറുമ്പുണ്ട്, അതേപോലെ തന്നെ മരിച്ചവരൊക്കെ മറമാടിയിട്ടുള്ളത് ഭൂഗർഭത്തിലാണ്. അതേപോലെ തന്നെ ഭൂമിക്ക് അടിയിൽ ഉള്ള പാറകൾ, അതേപോലെ തന്നെ ഖജന വസ്തുക്കൾ, നദികൾ തുടങ്ങി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എല്ലാം അറിയുന്നവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അതാണ് യഅലമു മാ എന്ന് പറഞ്ഞ ആ മാ എന്നുള്ള പ്രയോഗം എല്ലാം എന്നുള്ള ഒരു മാനെ ഇഫാദത്ത് ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. വമാ യഖ്റുജു മിൻഹാ ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നത് എന്താണോ അതെല്ലാം എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അറിയുന്നു. ഭൂമിയിൽ നിന്ന് നിർഗളിക്കുന്ന വെള്ളാകട്ടെ, അതേപോലെ തന്നെ ഭൂമിയിൽ നിന്ന് മുളക്കുന്നതായ സസ്യലതാദികളാകട്ടെ, കൃഷികളാകട്ടെ തുടങ്ങി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. വമാ യൻസിലു മിനസ് സമാ ആകാശത്തിൽ നിന്ന് അവതരിക്കുന്നത് എന്താണ്ടോ അതെല്ലാം അള്ളാഹു അറിയുന്നു. എന്താ ആകാശത്ത് നിന്ന് അവതരിപ്പിക്കുന്നത്? മഴയുണ്ട്, അള്ളാഹു ആകാശത്തിൽ നിന്ന് പെയ്യണ മഴ. അതേപോലെ തന്നെ ആകാശത്തിൽ നിന്ന് അവതരിക്കുന്നതായ അള്ളാഹുവിന്റെ വഹയ്, അതേപോലെ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകൾ, ഇതൊക്കെ ആകാശത്തിൽ നിന്ന് അവതീർണമാകുന്നതാണ്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. വമാ യഅറുജു ഫീഹാ ആകാശത്തിലേക്ക് കയറുന്നത്,
എന്ന് പറഞ്ഞാൽ എന്താ? ആകാശത്തിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ആകാശത്തിലേക്ക് ഭൂമിയിൽ നിന്ന് കയറുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് മനുഷ്യന്മാരുടെ ആമാലുകൾ, കർമ്മങ്ങൾ, മനുഷ്യന്മാരുടെ സൽപ്രവൃത്തികൾ അള്ളാഹുവിലേക്ക് എന്തുണ്ട്? ഉയർത്തുന്നുണ്ട് മലക്കുകൾ. അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ ഇതര കർമ്മങ്ങൾ, മലക്കുകൾ അത് അള്ളാഹുവിലേക്ക് അതുമായിട്ട് കയറുന്നുണ്ട്. അതേപോലെ തന്നെ വചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിലേക്ക് ഉയർത്തുന്നുണ്ട്. ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ്, കലിമു ത്വയ്യിബ്, നല്ല വചനങ്ങൾ അള്ളാഹുവിലേക്ക് കയറുന്നു. വൽ അമല സാലിഹ യർഫഉഹു, സൽപ്രവൃത്തി അള്ളാഹു തന്നിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. അപ്പൊ കലിമു ത്വയ്യിബ് അള്ളാഹുവിലേക്ക് കയറുന്നുണ്ട്. സൽപ്രവൃത്തികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത്, അതാണ് അൽ കലിമു ത്വയ്യിബ്. അതേപോലെ തന്നെ ഇതര അതുപോലത്തെ സാക്ഷ്യവചനങ്ങൾ, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കയറുന്നു. അതേപോലെ തന്നെ സൽപ്രവൃത്തികൾ അള്ളാഹു തന്നിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു. ഇതൊക്കെ എന്താ? അള്ളാഹുവിലേക്ക് കയറുന്നതാണ്. അതാണ് വമാ യഅറുജു ഫീഹ എന്നുള്ളതിന്റെ വിവരണം. അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് തഅറുജുൽ മലായിക, മലക്കുകൾ കയറുന്നു ഭൂമിയിൽ നിന്ന്. വറൂഹു ഫീഹ, അല്ലെങ്കിൽ വറൂഹു ഇലൈഹി, വറൂഹ് എന്ന് പറഞ്ഞാല് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചാണ്. മനസ്സിലല്ലേ? അള്ളാഹുവിലേക്ക് കയറുന്നു. അതേപോലെ തന്നെ മനുഷ്യന്മാരുടെ ആത്മാക്കൾ പിടികൂടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആത്മാക്കളായിട്ട് മലക്കുകൾ കയറുന്നത് കൊടുക്കുക അള്ളാഹുവിലേക്കാണ്. മനസ്സിലായില്ലേ? നല്ല മനുഷ്യന്മാരുടെ റൂഹ് പിടിച്ചിട്ടുണ്ട് എങ്കിൽ, സത്യവിശ്വാസികളുടെ റൂഹിനെ മലക്കുകൾ മരണത്തിലൂടെ പിടികൂടിയിട്ടുണ്ട് എങ്കിൽ, സ്വർഗത്തിൽ നിന്നുള്ള ഒരു പട്ടിൽ ആ ആത്മാവിനെ സ്വീകരിച്ച് അള്ളാഹുവിലേക്ക് കയറുമെന്നാണ്. കയറുമ്പോൾ ഓരോ ആകാശത്തിലുള്ള മലക്കുകളും ചോദിക്കും, ഇത് ആരുടെ റൂഹാണ്, എത്ര നല്ല റൂഹാണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഇന്നയാളുടെ മകൻ ഇന്നയാളുടെ റൂഹാണ് എന്ന് പറയുമ്പോൾ ആ റൂഹിനെ സ്വാഗതം ഓതിയിട്ട് ഓരോ ആകാശത്തിൽ നിന്നും അടുത്ത ആകാശത്തിലേക്ക് എന്ന പോലെ മലക്കുകൾ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ദുഷിച്ച മനുഷ്യന്മാർ, കാഫിറിന്റെയും കപടന്റെയും, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദുബില്ലാ, കാഫിറിന്റെയും കപടന്റെയും ആത്മാക്കളെയും മലക്കുകൾ പിടികൂടിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിലേക്ക് കൊണ്ടുപോകും. മനസ്സിലായി? ദുർഗന്ധം വമിക്കുന്ന, മനസ്സിലായി, ഒരു പരുത്ത വസ്ത്രത്തിലാണ് ആ റൂഹിനെ മലക്കുകൾ എടുക്കുക എന്നുള്ളതാണ്. നനച്ച പഞ്ഞി കൂട്ടിയതിൽ ഇരുമ്പിന്റെ കൊളുത്തുകൾ വലിക്കുന്നത് പോലെ റൂഹിനെ പിടിച്ചു വാങ്ങി, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദുബില്ലാ, ആ ദുർഗന്ധം വമിക്കുന്ന പരുത്ത വസ്ത്രത്തിൽ സ്വീകരിച്ച് ആകാശത്തിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നതാണ് മലക്കുകൾ. പക്ഷേ അവിശ്വാസിക്കും കപടനും അവിടെ സ്വീകരണമല്ല. ആകാശത്തിലേക്ക് കയറുമെങ്കിലും ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, അവർക്ക് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, സൂചിയുടെ ദ്വാരത്തിലൂടെ ഒട്ടകം പ്രവേശിക്കുന്നത് വരെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ആയത്ത് ഓതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവിശ്വാസിയുടെയും കപടന്റെയും റൂഹിന് അവിടെ പ്രവേശനമില്ല എന്നുള്ളത്. ഇവിടെ അർവാഹുകൾ, അത് സത്യവിശ്വാസികളുടെ റൂഹുകളാണ് എങ്കിൽ അത് ആകാശത്തിലേക്ക് കയറി പോകുന്നുണ്ട്. മനസ്സിലായല്ലേ? ഇവിടെ വമാ യഅറുജു ഫീഹ, ആകാശത്തിൽ കയറുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു എല്ലാം. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഈ ആയത്ത് ഇവിടെ കൊണ്ടുവന്നത് എന്താണ്? എന്തിനാണ്? യഅലമു മാ യലിജു ഫിൽ അർളി വമാ യഖ്റുജു മിൻഹാ വമാ യൻസിലു മിനസ് സമാഇ വമാ യഅറുജു ഫിഹാ, അല്ലാഹു തനിക്ക് എല്ലാ കാര്യങ്ങളും അറിയും എന്നുള്ള സിഫത്തിനെ സ്ഥാപിച്ചു. അത് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഉദ്ദേശം അനുസരിച്ച്, മുറാദ് അനുസരിച്ച്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തഫ്സീർ അനുസരിച്ച്, പൂർവികരായിട്ടുള്ള നമ്മുടെ സച്ചരിതരുടെ ഗ്രാഹ്യത അവർ മനസ്സിലാക്കിയതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അതിനെ സ്ഥിരീകരിക്കുന്നവരാകണം നമ്മൾ. അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച തുടർന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തുടർന്ന് പറഞ്ഞതായ ആയാത്തുകളെയും അതിന്റെ തേട്ടങ്ങളെയും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ തുടർത്തി വിശദീകരിച്ച് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ വീഴ്ചകളെ പൊറുക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനിൽ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഫിഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.